പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിനക്ക് സ്വർഗം വേണോ നരകം വേണോ എന്നതാണ്. ഹല്ലേലൂയ. എന്താണ് ചോദ്യം? നിനക്ക് സ്വർഗം വേണോ നരകം വേണോ? നമ്മുടെ ഉത്തരം എന്താണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ സാധാരണ അച്ഛന പിള്ളേരോടൊക്കെ ചോദിക്കാറുള്ളത് പോലെ, നിനക്ക് ജീവിക്കണോ മരിക്കണോ? എന്താണ് ഉത്തരം? ജീവിക്കണമെന്നാണ്. എന്നാലും ചില പിള്ളേർ പറയാറുണ്ട്, ഒന്ന് രണ്ടുപേരെങ്കിലും പറഞ്ഞാൽ മരിച്ചാൽ മതി അച്ഛ. അപ്പോൾ സ്വർഗം വേണോ നരകം വേണോ എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം സ്വർഗം വേണമെന്നാണ്. അപ്പോൾ സ്വർഗം വേണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കണം എന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, രണ്ട് കണ്ണും ഉള്ളവനായി നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പോകുന്നവനാണ് എന്നതാണ്. ഇത് കേട്ട ഒരു വിശുദ്ധൻ, അദ്ദേഹത്തിന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ല. കാരണം ഇദ്ദേഹം തൻ്റെ ശരീരത്തിലെ ഒരു അവയവം മുറിച്ചു മാറ്റി. കാരണം അദ്ദേഹത്തിന് ഭയങ്കര പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലൈംഗികമായിട്ടുള്ള പ്രലോഭനങ്ങൾ. അപ്പോൾ അദ്ദേഹം ഈശോ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് അത് ചൂഴ്ന്നെടുത്ത് കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം മുറിച്ചു മാറ്റി. കാരണം അത്രമാത്രം പ്രലോഭനങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് മാറി. അദ്ദേഹം വിശുദ്ധനായി ജീവിച്ച ഒരാളാണ്, ഒത്തിരിയേറെ പഠനങ്ങൾ ആദിമസഭയ്ക്ക് നൽകിയ ഒരാളാണ്. പക്ഷെ ഇദ്ദേഹം ഈ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് അത് ചൂഴ്ന്നെടുത്ത് കളഞ്ഞു, മുറിച്ചു മാറ്റി എന്ന് പറയും. അപ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാവമുണ്ടാകണം. അതായത് നമ്മുടെ ഈ ലോകത്തിലുള്ള കണ്ണ്, കാത്, കൈ, കാല് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പ്രധാനമായിട്ട് ധ്യാനിച്ചതുപോലെ ലോകത്തിലുള്ള അധികാരം, വ്യക്തികൾ, വസ്തുക്കൾ, ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ കെട്ടുപിണഞ്ഞ് കിടന്ന് നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇതൊന്നുമില്ലാത്തവനായി ഭൂമിയിൽ ജീവിച്ച് സ്വർഗം സ്വന്തമാക്കുന്നതാണ്. അതായത് സ്വർഗമാണ് പരമമായ സൗഭാഗ്യം. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും സുപ്രധാനമായ സൗഭാഗ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഈ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നതായി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അച്ഛൻ ആവർത്തിക്കട്ടെ, സ്വർഗത്തെ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ അതിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കണം എന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.